1946 സെപ്റ്റംബർ 10. വാർഷിക ധ്യാനത്തിനായി കൽക്കട്ടയിൽ നിന്നും ഡാർജിലിംഗിലേക്കുള്ള യാത്രയിലാണ് സിസ്റ്റർ തെരേസ. ആ ട്രെയിൻ യാത്ര അവളിൽ പുതിയൊരു അഗ്നി പടർത്തി. ദരിദ്രരിൽ ദരിദ്രരായവരെ സേവിക്കുക എന്ന തോന്നൽ സിസ്റ്ററെ പിടിച്ചുലച്ചു. എന്നാൽ ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സഭ വിട്ടു പുറത്തുപോയി പ്രവർത്തിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. തന്റെ ആഗ്രഹപൂരണത്തിനായി തെരേസ ആദ്യം സമീപിച്ചത് സഭാ മേലധ്യക്ഷന്മാരെയായിരുന്നു. ലൊറേറ്റോ സഭയിലെ മദർ സുപ്പീരിയറിനോട് തനിക്ക് മഠം വിട്ടു പുറത്തുപോയി ദരിദ്രർക്കിടയിൽ താമസിക്കണമെന്ന് സിസ്റ്റർ തെരേസ ആവശ്യപ്പെട്ടു. അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. അന്ന് നിലവിലിരുന്ന നിയമപ്രകാരം ഒരു സന്യാസിനി തന്റെ സഭ ഉപേക്ഷിക്കുക എന്നാൽ അത് സന്യാസ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതിന് തുല്യമാണ്. മദർ സുപ്പീരിയർ ഈ വിഷയം കൽക്കട്ടയിലെ ആർച്ച് ബിഷപ്പ് ഫെർഡിനാൻഡ് പെരിയറിനെ അറിയിച്ചു. കന്യാസ്ത്രീയുടെ ഈ ആവശ്യം അദ്ദേഹത്തെ കുഴക്കി. 36 വയസ്സുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചേരികളിൽ പോയി താമസിക്കുന്നതിലെ ആപത്ത് അദ്ദേഹത്തെ ഭയപ്പെടുത്തി. തെരേസയുടെ ആഗ്രഹം വെറുമൊരു വൈകാരിക തള്ളിച്ചയാണോ അതോ ദൈവനിയോഗമാണോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലെ ഉറപ്പ് പരിശോധിക്കാൻ 1 വർഷത്തോളം കാത്തിരിക്കാൻ അദ്ദേഹം തെരേസയോട് ആവശ്യപ്പെട്ടു. ട്രെയിൻ യാത്രയിൽ തനിക്ക് ലഭിച്ച വെളിപാട് വെറുമൊരു തോന്നലല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സന്ദേശമാണെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു തെരേസ അപ്പോഴും. തുടർന്ന് കാത്തിരിപ്പ് കാലത്ത് തെരേസ ബിഷപ്പിന് നിരന്തരം കത്തുകൾ എഴുതി. ദൈവം എന്നെ വിളിക്കുന്നത് ദരിദ്രർക്കിടയിലേക്കാണ്. അവിടെയാണ് എന്റെ സ്വർഗമെന്ന് അവരാവർത്തിച്ചറിയിച്ചുകൊണ്ടിരുന്നു. ലൊറേറ്റോ സഭയിൽ നിന്ന് പുറത്തു പോവുക എന്നാൽ സഭയുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതായിരുന്നു നിയമം. എന്നാൽ സഭയ്ക്ക് പുറത്ത് പ്രവർത്തിക്കുമ്പോഴും ഒരു കന്യാസ്ത്രീയായി തുടരാൻ തെരേസ ആഗ്രഹിച്ചു. ഇതിനായി എക്സ്ക്ലാസ്ട്രേഷൻ എന്ന പ്രത്യേക അനുമതിക്കായി സിസ്റ്റർ വത്തിക്കാനിലേക്ക് അപേക്ഷ അയച്ചു. സന്യാസിനിയായി തുടർന്നുകൊണ്ട് തന്നെ തെരുവിലിറങ്ങി പ്രവർത്തിക്കാനുള്ള അനുമതി അക്കാലത്ത് സഭയിൽ വളരെ അപൂർവമായിരുന്നു. അതിനാൽ തന്നെ റോമിലെ തിരുസംഘത്തിന് ഈ അപേക്ഷയിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. തുടക്കത്തിൽ സംശയിച്ചു നിന്ന ആർച്ച് ബിഷപ്പ് ഫെർഡിനാൻഡ് പെരിയർ തെരേസയുടെ കത്തുകളിലെ ആത്മാർത്ഥത കണ്ട് അവളുടെ ആഗ്രഹത്തിനൊപ്പം നിലയുറപ്പിച്ചു. വത്തിക്കാനിലേക്ക് അദ്ദേഹം അയച്ച ശുപാർശ കത്തുകൾ തെരേസയുടെ ആഗ്രഹം ദൈവികമായ ഒന്നാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. പക്ഷെ 1 വർഷത്തോളം വത്തിക്കാനിൽ നിന്ന് മറുപടിയൊന്നും വന്നില്ല. ഈ കാലയളവിൽ തന്റെ ഉള്ളിലെ തീ കെട്ടുപോകാതെ കാക്കാൻ തെരേസ പ്രാർത്ഥനകളിൽ മുഴുകി. ദൈവം എന്നെ വിളിക്കുന്നു, എനിക്ക് പോകണം എന്ന ഉറച്ച ബോധ്യം സിസ്റ്ററിനുണ്ടായിരുന്നു. സഭയുടെ അനുമതിക്കായി കാത്തിരുന്ന വർഷങ്ങളിൽ അവർ വെറുതെയിരുന്നില്ല. ചേരികളിലെ ദരിദ്രരുടെ ജീവിത രീതികളെക്കുറിച്ചും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചു. ബംഗാളി ഭാഷ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും ഈ സമയം സിസ്റ്റർ ഉപയോഗപ്പെടുത്തി. പകൽ സമയത്ത് സമ്പന്നരായ കുട്ടികൾക്ക് ക്ലാസുകൾ എടുക്കുമ്പോഴും വൈകുന്നേരങ്ങളിൽ ജനലിലൂടെ മോത്തിജിൽ ചേരിയിലെ ദാരിദ്ര്യം നോക്കി അവർ നെടുവീർപ്പിട്ടു. തന്റെ ഉള്ളിലെ വിളി പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിലുള്ള ആത്മീയ സംഘർഷം അവരെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും സഭയുടെ അനുസരണവ്രതം അവർ തെറ്റിച്ചില്ല. ആർച്ച് ബിഷപ്പ് ഫെർഡിനാൻഡ് പെരിയർ നടത്തിയ ദീർഘമായ നിരീക്ഷണങ്ങളിൽ നിന്ന് തെരേസയുടെ ലക്ഷ്യം വെറുമൊരു വൈകാരിക തള്ളിച്ചയല്ലെന്നും അത് ആഴത്തിലുള്ള ആത്മീയ ചിന്തയാണെന്നും വത്തിക്കാൻ ബോധ്യപ്പെട്ടു.
ഒടുവിൽ 1948 ഓഗസ്റ്റ് 8 വത്തിക്കാനിൽ നിന്നുള്ള ഔദ്യോഗിക രേഖ കൽക്കട്ടയിലെത്തി. അതോടെ 20 വർഷം നീണ്ട ലൊറേറ്റോ മഠത്തിലെ ജീവിതം അവസാനിപ്പിക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചു. സഭാ നിയമപ്രകാരം സിസ്റ്ററിന് പഴയ വസ്ത്രം ധരിക്കാമായിരുന്നുവെങ്കിലും ചേരികളിലെ ദരിദ്രർക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ കന്യാസ്ത്രീകളുടെ കറുത്ത വസ്ത്രം ഒരു തടസ്സമാകുമെന്ന് അവർ ഭയപ്പെട്ടു. അതവരെ ദരിദ്രരിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു വിദേശി പരിവേഷം നൽകുമെന്ന് സിസ്റ്റർ തെരേസയ്ക്ക് തോന്നി. അതിന്റെ ഭാഗമായി കൽക്കട്ടയിലെ തെരുവുകൾ തൂത്തുവാരുന്ന ശുചീകരണ തൊഴിലാളികൾ ധരിച്ചിരുന്ന പരുത്തി കൊണ്ടുള്ള വില കുറഞ്ഞ നീലക്കരയുള്ള വെള്ളസാരി തെരേസ തെരഞ്ഞെടുത്തു. വെള്ളനിറം സത്യത്തെയും നൈർമല്യത്തെയും സൂചിപ്പിച്ചപ്പോൾ നീലക്കര കന്യാമറിയത്തോടുള്ള ഭക്തിയെ അടയാളപ്പെടുത്തി. ദരിദ്രരെ സേവിക്കാൻ അവരിൽ ഒരാളായി മാറണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ആ വേഷമാറ്റം. ഈ വസ്ത്രമാറ്റത്തിന് ആർച്ച് ബിഷപ്പ് ഫെർഡിനാൻഡ് പെരിയർ പ്രത്യേക അനുമതി നൽകി. പുറത്തുപോയി താമസിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ വേറിട്ട് നിൽക്കാത്ത, എന്നാൽ ഒരു സന്യാസിനിയുടെ വിശുദ്ധി നിലനിർത്തുന്ന വസ്ത്രമെന്ന നിലയിൽ തന്നെയാണ് ആ വസ്ത്രം അംഗീകരിക്കപ്പെട്ടത്. മഠം വിട്ടിറങ്ങിയ തെരേസ ആദ്യം പോയത് ബീഹാറിലെ പാറ്റ്നയിലേക്കായിരുന്നു. അവിടെയുള്ള ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ പരിചരിക്കാനുള്ള പരിശീലനം നേടി. മുറിവുകൾ വെച്ചുകെട്ടാനും പ്രാഥമിക ചികിത്സകൾ നൽകാനും പഠിച്ചു. ചേരികളിലെ രോഗികൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഈ അറിവ് അനിവാര്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. ചേരികളിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ശുചിത്വം എങ്ങനെ പാലിക്കണമെന്ന് തെരേസ പഠിച്ചു. ഈ പരിശീലനം അവളിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. ആത്മീയ ശക്തിക്കൊപ്പം പ്രായോഗികമായ കഴിവും കൂടി ചേർന്നപ്പോൾ സിസ്റ്റർ തെരേസയ്ക്ക് ദരിദ്രർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്നുറപ്പായി. കേവലം പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരു കന്യാസ്ത്രീ എന്നതിലുപരി മുറിവേറ്റവന് മരുന്ന് വെച്ച് കെട്ടുന്ന ഒരു ശുശ്രൂഷകയായി അവർ മാറുകയായിരുന്നു. പരിശീലനം പൂർത്തിയാക്കി 1948 ഡിസംബറിൽ തെരേസ കൽക്കട്ടയിൽ തിരിച്ചെത്തി. പഴയതുപോലെ ലൊറേറ്റോ മഠത്തിന്റെ സംരക്ഷണമോ സുരക്ഷിതത്വമോ ഇനി അവർക്കില്ല. താമസിക്കാൻ ഒരിടമില്ലാതെ ആ വലിയ നഗരത്തിൽ അവരലഞ്ഞു. ഒടുവിൽ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പുവർ എന്ന സഭയുടെ ആശ്രമത്തിൽ താൽക്കാലികമായി ഒരു കൊച്ചു മുറി ലഭിച്ചു. ലൊറേറ്റോ മഠത്തിലെ പ്രിൻസിപ്പൽ പദവിയും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചിറങ്ങിയ തെരേസയുടെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് 5 രൂപയും 3 വെള്ളസാരികളും മാത്രമായിരുന്നു. കഷ്ടതയനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കാനുള്ള മരുന്നുകൾക്കായി മെഡിക്കൽ ഷോപ്പിലും ഭക്ഷണത്തിനായി വീടുകളിലും അവർ കയറിയിറങ്ങി. ചിലരവരെ ആട്ടിയോടിച്ചു, മറ്റു ചിലർ പരിഹസിച്ചു. എന്നാൽ ചിലർ അവരുടെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ട് സഹായിക്കാൻ മുന്നോട്ടു വന്നു. യാചനയിലൂടെ കിട്ടുന്ന ഓരോ രൂപയും ഓരോ നേരത്തെ ഭക്ഷണവും സ്വരൂപിച്ച് സിസ്റ്റർ തെരേസ ചേരിയിലെ തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോയി. യാചിച്ചു കിട്ടുന്ന പണം കൊണ്ട് ആദ്യം എന്തു വാങ്ങുമെന്നതായിരുന്നു വലിയ പ്രതിസന്ധി. മരുന്നാണോ അതോ കുട്ടികൾക്ക് പാലാണോ വേണ്ടത്? ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് താങ്ങായിരുന്നത് പാറ്റ്നയിൽ നിന്ന് ലഭിച്ച നഴ്സിംഗ് അറിവുകളായിരുന്നു. ഏറ്റവും അത്യാവശ്യമുള്ള മരുന്നുകൾ മാത്രം അവർ വാങ്ങി. കൽക്കട്ടയിലെ ചൂടിൽ വെന്തുരുകുമ്പോഴും അവർ നടന്നു. വിശപ്പ് അവരുടെ ശരീരത്തെ തളർത്തിയിരുന്നു. പക്ഷേ മോത്തിജിലിലെ കുട്ടികളുടെ വിശക്കുന്ന മുഖം ഊർജം നൽകി. തെരേസ തനിച്ചല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്.
തെരേസ സെന്റ് മേരി സ്കൂളിൽ പ്രിൻസിപ്പലായിരുന്ന കാലത്തെ സിസ്റ്റർ തെരേസയുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയായിരുന്നു ബംഗാളി പെൺകുട്ടിയായ സുഭാഷിണി ദാസ്. 1949 മാർച്ചിൽ തികച്ചും അപ്രതീക്ഷിതമായി സുഭാഷിണി തെരേസയെ തേടിയെത്തി. തന്റെ ഗുരുനാഥ തെരുവിലെ ദരിദ്രർക്കായി ജീവിതമൊഴിഞ്ഞുവച്ചു എന്നറിഞ്ഞപ്പോൾ ആ പാത പിന്തുടരാൻ സുഭാഷിണി തീരുമാനിക്കുകയായിരുന്നു. സമ്പന്നമായ കുടുംബ പശ്ചാത്തലവും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചാണ് സുഭാഷിണി എത്തിയത്. ആദ്യം അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സുഭാഷിണിയുടെ ഉറച്ച തീരുമാനം സിസ്റ്റർ തെരേസയെ സന്തോഷിപ്പിച്ചു. സുഭാഷിണിക്ക് പിന്നാലെ 10 വിദ്യാർത്ഥിനികൾ കൂടിയെത്തി. അവർ പരമ്പരാഗതമായ കന്യാസ്ത്രീ വേഷങ്ങൾ ധരിച്ചല്ല വന്നത്. സിസ്റ്റർ തെരേസ രൂപപ്പെടുത്തിയ അതേ നീലക്കരയുള്ള വെള്ളസാരിയാണ് അവരും തിരഞ്ഞെടുത്തത്. സഭയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവർ സിസ്റ്റർ തെരേസയെ തങ്ങളുടെ നേതാവായി അംഗീകരിക്കുകയും കഠിനമായ ദാരിദ്ര്യവ്രതം അനുഷ്ഠിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഒരേ വേഷം ധരിച്ച ഒരു കൂട്ടം സ്ത്രീകൾ കൽക്കട്ടയുടെ തെരുവുകളിൽ സേവനം നടത്തുന്നത് ജനങ്ങൾക്ക് പുതിയൊരു കാഴ്ചയായി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. മോത്തിജിൽ ചേരിയിലെ ഒരു മരച്ചുവട്ടിൽ സിസ്റ്റർ തെരേസ തന്റെ ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചു. കയ്യിൽ സ്ലേറ്റോ ചോക്കോ ഇല്ലായിരുന്നു. അവർ വടികൊണ്ട് മണ്ണിൽ ബംഗാളി അക്ഷരങ്ങൾ കോറിയിട്ടു. അഴുക്കുചാലുകൾക്കിടയിൽ നിന്നോടിയെത്തിയ കുരുന്നുകൾക്ക് മുന്നിൽ സിസ്റ്റർ തെരേസ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വിദ്യാലയം തുറന്നു. അങ്ങനെയിരിക്കെയാണ് തെരേസയ്ക്കും സന്യാസിനിമാർക്കും താമസിക്കാൻ മൈക്കൽ ഗോമസ് എന്നയാൾ തന്റെ വീടിന്റെ മുകളിലത്തെ നില വിട്ടുകൊടുത്തത്. 14 നമ്പർ ക്രീക്ക് ലൈനിലായിരുന്നു ആ ഭവനം. സ്നേഹം പരത്താൻ ഇറങ്ങിത്തിരിച്ച ചെറിയ സംഘത്തിന്റെ ആദ്യത്തെ താവളം. ആ വലിയ വീടിന്റെ മുകൾ നിലയിൽ അവർക്ക് സ്വന്തമായി ആകെയുണ്ടായിരുന്നത് കുറച്ച് തഴപ്പായകളും ഒരു കുരിശുരൂപവും പരസ്പരമുള്ള സ്നേഹവും മാത്രം. കൽക്കട്ടയുടെ തെരുവുകളിൽ ഒരു പുതിയ സൈന്യം പിറക്കുകയായിരുന്നു. സ്നേഹം മാത്രം ആയുധമാക്കിയ സൈന്യം. ഓരോ ദിവസവും രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് അവർ ചേരികളിലേക്ക് പോകും. വൈകുന്നേരം മടങ്ങിയെത്തി അനുഭവങ്ങൾ പങ്കുവയ്ക്കും. വളരെ ലളിതമായ സാഹചര്യത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ സന്യാസിനിമാർ തുന്നൽ ജോലികൾ ചെയ്ത് അടുത്ത ദിവസത്തെ ഭക്ഷണത്തിനായി പണം കണ്ടെത്തി. അവരുടെ പരിശ്രമങ്ങൾ വെറുതെയായില്ല. 1950 ഒക്ടോബർ 7 ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ റോസറി തിരുനാൾ ആഘോഷിക്കുന്ന ആ ദിനത്തിലാണ് വത്തിക്കാനിൽ നിന്ന് ഒരു സുപ്രധാന വാർത്ത കൽക്കട്ടയിലെത്തിയത്. സിസ്റ്റർ തെരേസയും സംഘവും പടുത്തുയർത്തിയ ആ കൊച്ചു കൂട്ടായ്മയെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സന്യാസ സഭയായി പയസ് 12 മാർപ്പാപ്പ അംഗീകരിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പേര് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. ഇതോടെ അവർക്ക് സഭയുടെ നിയമപരമായ സംരക്ഷണവും പിന്തുണയും ലഭിച്ചു. സഭയുടെ അംഗീകാരം ലഭിച്ചെങ്കിലും തങ്ങൾ തിരഞ്ഞെടുത്ത നീലക്കരയുള്ള വെള്ളസാരിയും ലാളിത്യം നിറഞ്ഞ ജീവിതശൈലിയും മാറ്റാൻ സിസ്റ്റർ തെരേസ തയ്യാറായില്ല. ദരിദ്രരെ സേവിക്കാൻ ദരിദ്രരായി തന്നെ ജീവിക്കണമെന്ന അവരുടെ വാശി വത്തിക്കാൻ അംഗീകരിച്ചു. പട്ടിണിപ്പാവങ്ങൾ, രോഗികൾ, ആരും നോക്കാനില്ലാത്തവർ എന്നിവരെ നിസ്വാർത്ഥമായി സേവിക്കുക എന്നതായിരുന്നു മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രഖ്യാപിത ലക്ഷ്യം.
സംഘത്തിലെ പെൺകുട്ടികൾക്ക് തെരേസ വെറുമൊരു നേതാവായിരുന്നില്ല, മറിച്ച് അവരുടെ അമ്മയായിരുന്നു. അവരോടൊപ്പം ജീവിച്ച് അനുഭവ പാഠങ്ങളിലൂടെ അവരെ വളർത്തിയെടുക്കുന്ന അമ്മ. മദർ തെരേസ എന്ന വിളി അവർക്കിടയിൽ സാധാരണമായി തുടങ്ങി. സിസ്റ്റർ തെരേസയിൽ നിന്ന് മദർ തെരേസയിലേക്കുള്ള ആ മാറ്റം കൽക്കട്ടയുടെ തെരുവുകളിൽ പുതിയൊരു പ്രത്യാശ നൽകി. മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതോടെ മദർ തെരേസയുടെ പ്രവർത്തനം കൂടുതൽ വിപുലമായി. ചേരികളിലെ അഴുക്കുചാലുകൾക്കിടയിൽ മരണം കാത്തുകിടക്കുന്ന മനുഷ്യർക്കത് വലിയ അനുഗ്രഹമാവുകയായിരുന്നു. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർ, എലികളും ഉറുമ്പുകളും കടിച്ചു തിന്നുന്ന മുറിവുകളുമായി തെരുവിൽ അന്ത്യശ്വാസം വലിക്കുന്നവർ, ഇവർക്കായി മദർ കൽക്കട്ട കോർപ്പറേഷനെ സമീപിച്ചു. പലരുടെയും ശരീരത്തിലെ മുറിവുകളിൽ എലികളും പുഴുക്കളും നുരയുന്നു. ആശുപത്രികൾ അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് മരിക്കാനെങ്കിലും അവർക്ക് അന്തസ്സുള്ള ഒരിടം വേണമെന്ന ചിന്തയുമായി മദർ കൽക്കട്ട കോർപ്പറേഷനെ സമീപിക്കുന്നത്. മദറിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അധികാരികൾ വഴങ്ങി. കാളിഘട്ടിലെ പ്രസിദ്ധമായ കാളിക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു പഴയ ധർമ്മശാല അവർക്ക് വിട്ടു നൽകി. 1952 മദർ അവിടെ നിർമ്മൽ ഹൃദയ് അഥവാ മരണാസന്നർക്കായുള്ള ഭവനം ആരംഭിച്ചു. തെരുവിൽ നിന്ന് മദർ നേരിട്ടെടുത്തുകൊണ്ടുവരുന്നവർക്ക് അവിടെ സ്നേഹവും പരിചരണവും ലഭിച്ചു. പക്ഷേ അത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയായിരുന്നു. കാളിക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ ഒരു വിദേശി വന്ന് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം നടത്തുന്നത് പ്രാദേശിക വിശ്വാസികളെയും പൂജാരിമാരെയും ചൊടിപ്പിച്ചു. ഇത് വലിയൊരു വിവാദമായി ആളിപ്പടർന്നു. മദർ തെരേസ അവിടെ വരുന്നത് ദരിദ്രരെ മതം മാറ്റാനാണെന്ന് പലരും വിശ്വസിച്ചു. ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. തെരുവുകളിൽ മദറിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ക്ഷേത്ര പരിസരത്ത് നിന്ന് മദറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ജനക്കൂട്ടം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ചിലർ മദറിന് നേരെ കല്ലെറിയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പ്രതിഷേധം ശക്തമായപ്പോൾ പോലീസ് കമ്മീഷണർ നേരിട്ടെത്തി. മദറിനെ അവിടെ നിന്ന് മാറ്റണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം. പക്ഷേ തനിക്ക് നേരെ ഉയർന്ന വിവാദങ്ങളെ മദർ തെരേസ സ്നേഹം കൊണ്ടില്ലാതാക്കുന്ന കാഴ്ചകൾക്കാണ് ലോകം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന യുവ പൂജാരിമാരിൽ ഒരാൾക്ക് മാരകമായ കുഷ്ഠരോഗം പിടിപെട്ടു. അന്നത്തെ കാലത്ത് കുഷ്ഠരോഗത്തെ ആളുകൾ വളരെ ഭീതിയോടെയാണ് കണ്ടിരുന്നത്. രക്തം ഛർദ്ദിച്ചു കിടന്നിരുന്ന ആ പൂജാരിയെ അണുബാധ ഭയന്ന് സ്വന്തം സുഹൃത്തുക്കളും കുടുംബവും ക്ഷേത്ര പരിസരത്ത് നിന്ന് മാറ്റി നിർത്തി. ഒടുവിൽ ആരും നോക്കാനില്ലാതെ തെരുവിൽ കിടന്ന അദ്ദേഹത്തെ മദർ തെരേസ നിർമ്മൽ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ടുവന്നു. മറ്റുള്ളവർ അറപ്പോടെ നോക്കിയിരുന്ന രോഗിയുടെ ശരീരം മദർ സ്വന്തം കൈകൾ കൊണ്ട് കഴുകി വൃത്തിയാക്കി. അദ്ദേഹത്തിന് വേണ്ട മരുന്നും ആഹാരവും സ്നേഹവും നൽകി അവസാന നിമിഷം വരെ കൂടെയിരുന്നു. ഇതിനിടയിൽ കമ്മീഷണർ പരിശോധനയ്ക്ക് വന്നപ്പോൾ കണ്ടത് മദർ പുഴുക്കളരിച്ച ഒരു രോഗിയുടെ മുറിവുകൾ വൃത്തിയാക്കുന്നതാണ്. മദർ കമ്മീഷണറോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ ഇവിടുത്തെ ഈ രോഗികളെ നോക്കാൻ വിടാമെങ്കിൽ ഞാൻ ഇവിടെ നിന്നും ഒഴിഞ്ഞു തരാം. ഉദ്യോഗസ്ഥന്റെ ഉത്തരം മുട്ടി. പൂജാരി മദറിന്റെ കൈകളിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചപ്പോൾ പ്രതിഷേധ സ്വരങ്ങൾ അടങ്ങി. സ്വന്തം ജീവൻ പോലും നോക്കാതെ തങ്ങളോടൊപ്പമുള്ളവരെ കാക്കുന്ന മദർ തെരേസയെ അവർ ദൈവത്തിന്റെ പ്രതിരൂപമായി തന്നെ കണ്ടു തുടങ്ങി. ക്ഷേത്രത്തിലെ മറ്റു പൂജാരിമാർ പറഞ്ഞു,
30 വർഷമായി ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലെ കല്ലിൽ കൊത്തിയ കാളിയെ വണങ്ങുകയായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ പുറത്ത് ജീവനുള്ള കാളിയെ കാണുന്നു. ഈ സംഭവത്തിന് ശേഷം ക്ഷേത്രത്തിലെ പൂജാരിമാർ മദറിന്റെ ഏറ്റവും വലിയ സംരക്ഷകരായി മാറി. പ്രതിഷേധങ്ങളുടെ അലയൊലി അവസാനിച്ചു.